എല്ലാവർക്കും നമസ്തേ. ഇന്നലെ അങ്ങനെ, അതായത് സെപ്റ്റംബർ 1 രാഹുൽ ഗാന്ധിയുടെ വോട്ടവകാശ യാത്ര സമാപിച്ചു. 10,300 കിലോമീറ്റർ യാത്ര ചെയ്ത് ബീഹാറിൽ നടത്തിയ വോട്ടവകാശ യാത്ര സമാപിച്ചു. അതിൻ്റെ സമാപനത്തിന് ഇവരുടെ സഖ്യത്തിലെ, ഇന്ത്യ സഖ്യത്തിലെ എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തു. ഈ CPM-ൻ്റെ കേരളത്തിൽ നിന്നാരും പങ്കെടുത്തില്ലെങ്കിലും അവരുടെ പരമോന്നത നേതാവ് MAVI പങ്കെടുത്തു. ആ MAVI പറഞ്ഞത് ഇത് വലിയൊരു സംഭവമാണെന്നും അധികം താമസിക്കാൻ അതിൻ്റെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭയന്ന് ഈ രാജിവെച്ച് ഒളിച്ചോടും എന്നുള്ള രീതിയിലാണ് ഈ ബേബി ഉൾപ്പെടെയുള്ള ഈ ഇന്ത്യ സഖ്യ നേതാക്കൾ പറഞ്ഞത്. അത് നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകും, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയാം. എങ്കിലും രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഈ വ്യാജ പ്രചരണം, അയാൾ പ്രവർത്തിക്കുന്നത് തന്നെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ താളം അനുസരിച്ചാണ് തുള്ളുന്നത്. ഇപ്പോൾ പിന്നെ അവർക്കൊന്നുകൂടെ ഒരു ശക്തമായിട്ടുള്ള ഒരു നേതാവിനെ കൂടെ കിട്ടിയിട്ടുണ്ട്, ട്രംപ് നമ്മൾ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അതിനെ അംഗീകരിക്കാതെ അതിനെ തൃണവൽഗണിക്കുകയായിരുന്നു ചെയ്തത്. അതിൽ കോപിഷ്ഠനായ ട്രംപ് ഇപ്പോൾ ഇവരെയൊക്കെ വിലക്കെടുത്തിരിക്കുകയാണ്, ഈ പ്രതിപക്ഷങ്ങളെയൊക്കെ എന്ന് തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഇങ്ങനൊരു ശ്രമം നടക്കുമ്പോൾ, അധിക താരിഫ് ഏർപ്പെടുത്തി ശ്രമം നടക്കുമ്പോൾ, ഈ രാജ്യത്തെ ഭരണാധികാരികളെയും ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിൻ്റെ ആ ഒരു പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? നമ്മുടെ രാജ്യത്തെ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവന്മാർ ഇറങ്ങിയിരിക്കുന്നത്. ഈ വോട്ട് കൊള്ള എന്നൊക്കെ പറഞ്ഞ് യുവമാർ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കർണാടകയിൽ തന്നെ ഒരു മണ്ഡലത്തിൻ്റെ പേര് പറഞ്ഞവന്മാർ പറഞ്ഞത് നമ്മൾ നേരത്തെ കേട്ടു. അതെല്ലാം ശുദ്ധമായ കള്ളത്തരമാണെന്ന് പൊതുജനങ്ങൾക്കും ബോധ്യപ്പെട്ടതാണ്. ഈ കള്ളക്കണക്കുകളാണ് ഇത് ചെയ്ത്. ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പാർട്ടിയിലെ അദ്ദേഹത്തിൻ്റെ മാനേജർമാർ കൊടുത്ത വ്യാജ കണക്കുകൾ വെച്ച് ഈ പൊട്ടൻ കിടന്ന് തുള്ളി പാവ കൂത്തുകാരൻ്റെ കയ്യിലിരുന്ന് കളിക്കുന്ന പാവയെ പോലെ, എങ്കിൽ കൂടി കുറേയേറെ ജനങ്ങൾ അത് ഉള്ളതാണെന്ന് വിശ്വസിക്കും. ഇത് രാജ്യത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്ന കാര്യമാണ്. ഇവനെ ഇട്ട് പാവക്കൂത്തുകാരൻ്റെ രീതിയിൽ മറ്റുള്ളവരിന്ന് കളിപ്പിക്കുമ്പോൾ അത് രാജ്യത്തിനുണ്ടാക്കാവുന്ന ആ ഒരു ദുരന്തം നമ്മൾ മനസ്സിലാക്കുക, ഈ ഭരണാധികാരികൾ മനസ്സിലാക്കുക. ഈ രാജ്യം ഭരിക്കുന്ന ഒരു ശക്തമായ പാർട്ടിയുടെ നേതാവ് തന്നെയാണല്ലോ ഈ നരേന്ദ്രമോദി. അത്ര ശക്തമായിട്ട് ഉള്ള ഒരു പാർട്ടി ആയതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദിക്ക് അവസരം ലഭിച്ചത്. അങ്ങനെയുള്ളപ്പോൾ ഈ പാർട്ടിയുടെ അണികൾ എന്തോ എടുക്കുകയാണ് ചെയ്യുന്നത്? ഇവന്റെ ഈ കൊള്ളരുതായ്മകൾ, ഈ രാഹുൽ ഗാന്ധിയുടെ കൊള്ളരുതായ്മ തന്നെയല്ല, നെഹ്റുവിൻ്റെ കാലം തൊട്ട് നെഹ്റു ഇന്ത്യയെ എങ്ങനെ നശിപ്പിച്ചു, ഇന്ത്യയെ വിഭജിച്ച് എങ്ങനെ നശിപ്പിച്ചു, അതേപോലെ ഇപ്പോൾ കാശ്മീരിൻ്റെ പേരിൽ ഇന്ത്യയും പാകിസ്ഥാനും നിരന്തരം യുദ്ധം ചെയ്യാനുള്ള അവസരം എങ്ങനെ ഉണ്ടായി, അതും നെഹ്റു വരുത്തി വെച്ചാണ്. അതുകൊണ്ട് നമ്മുടെ ഒരുപാട് ജനങ്ങളുടെ ജീവഹാനി സംഭവിക്കുന്നു. കോടികൾ നമ്മുടെ വികസനത്തിന് ഉപയോഗിക്കേണ്ടത് അവിടെ ആയുധങ്ങൾക്കുമായിട്ടൊക്കെ വിനിയോഗിക്കേണ്ടി വരുന്നു. ഈ കാര്യം തൊട്ട് ഇന്ദിരാഗാന്ധി രാജ്യത്തിനോട് ചെയ്ത ദ്രോഹം ഉൾപ്പെടെ, പിന്നെ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് ഈ പൊട്ടൻ പപ്പു എന്ന് വിളിക്കുന്ന ഈ രാഹുലിൻ്റെ അച്ഛൻ രാജീവ് ഗാന്ധി ഇതിന് ചെയ്തത്, ബൊഫോഴ്സ് ഉൾപ്പെടെയുള്ള അഴിമതികൾ, അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ കാണിച്ച അഴിമതികൾ മൊത്തം ജനങ്ങളുടെ മുന്നിൽ ഒന്നൊന്നായി എത്തിച്ച് കൊടുക്കാൻ എന്തുകൊണ്ട് ഈ BJPയുടെ പ്രവർത്തകർ ശ്രമിക്കുന്നില്ല? അതൊക്കെയാണ് ഇത്തരക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഈ കാര്യങ്ങൾ ഈ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ചെയ്തു വരുന്ന ഈ ദ്രോഹവും അഴിമതിയും ഒക്കെ അത് പ്രിന്റ് ചെയ്ത് ഓരോ വീട്ടിലും എത്തിക്കാൻ ശ്രമിക്കാത്തത് എന്താണെന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ എന്തായാലും ഈ ചില കാര്യങ്ങളെക്കുറിച്ച് ബന്ധുക്കോസുകാർ തന്നെ ഇവര് കുറേയേറെ വ്യാജ പ്രചാരണം നടക്കുന്നുണ്ട്. അവരുടെ ദൈവമാണ് ഏറ്റവും വലിയ ഈ ലോകത്തെ ജീവിക്കുന്ന ദൈവം, എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി സ്വയം കുരിശിലേറിയതാണ് എന്നൊക്കെ പറഞ്ഞുള്ള ലഘുലേഖകളൊക്കെ വീടുകളിലൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിരന്തരം കിട്ടിക്കഴിയുമ്പോൾ ചില ആൾക്കാർ തന്നെ വിചാരിക്കും ശരിയാണല്ലോ,
അദ്ദേഹം കുരിശിലേറിയത് നമ്മളെയൊക്കെ രക്ഷിക്കാനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഇതിലോട്ട് മാറിയേക്കാമെന്ന് ചിന്തിക്കും. അത് രസമതല്ല. ഇവർ പറയുന്നത് മരിച്ചുപോയതും ഇപ്പൊ ജീവിക്കുന്നവരും ജനിക്കാനിരിക്കുന്നവരുടെ എല്ലാം കൂടെ പാപം ഏറ്റുവാങ്ങിക്കൊണ്ട് കുരിശിലേറിയെന്നാണ് പറയുന്നത്. എനിക്ക് അന്നേരം ഒരു ചോദ്യമേ ഉള്ളൂ, മറ്റൊരാളുടെ പാപം ഏറ്റുവാങ്ങാൻ ഒരാളിന് കഴിയുമോ? ഞാനിപ്പോൾ ഒരാളെ കൊന്നു, ആ കൊന്ന പാപം വേറൊരാൾ പറയുക, നീ അയാളെ കൊന്നതിൻ്റെ ആ പാപം ഞാൻ അങ്ങ് ഏറ്റുവാങ്ങുക, അതുകൊണ്ട് നീ അങ്ങ് സ്വതന്ത്രനായി, നീ നല്ലവനായി എന്ന് പറയും, മുക്തനായി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കുമോ? ഇല്ല എന്ന് നമുക്കെല്ലാം അറിയാം. അതുതന്നെയാണ് യേശുക്രിസ്തു കുരിശിലേറിയത് കൊണ്ട് നമ്മളാരും പാപമുക്തരാകുകയില്ല എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. എങ്കിൽ കൂടിയും നിരന്തരം ഇതുപോലുള്ള ലഘുലേഖകളും ഈ പ്രഭാഷണങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കും. ആ ഒരു എഫക്റ്റ് തന്നെ ആയിരിക്കും ഈ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യുന്ന ദ്രോഹ പ്രവൃത്തികൾ ഒന്നൊന്നായി നിരന്തരം ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുക, അവരിൽ അവബോധം ഉണ്ടാക്കുക. ഈ ചെറിയ ചെറിയ ലഘുലേഖകളിലെ ഓരോ സംഭവങ്ങളായിട്ടാണെന്നുണ്ടെങ്കിലും ആളുകളുടെ മുന്നിലെത്തിയാൽ വല്ലപ്പോഴെങ്കിലും പലത് വന്നു കഴിയുമ്പം നമ്മൾ വായിക്കും, എടുത്ത് വായിച്ചു നോക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണല്ലോ, ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ അത് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ പ്രശ്നങ്ങളാണ്, ഇവർ രാജ്യത്തെ ഈ രീതിയിൽ തകർക്കാൻ ശ്രമിച്ചവരാണല്ലോ എന്നുള്ളൊരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. BJPയുടെ ഭാഗത്തു നിന്ന് തന്നെയല്ല, RSSന്റെ പരിവാർ സംഘടനകളുണ്ട്. ഇവന്മാർ RSSനെയും തെറി പറഞ്ഞുകൊണ്ട് കിടക്കാണ്, മറ്റ് ഹിന്ദു സംഘടനകളെ മൊത്തം തെറി പറഞ്ഞുകൊണ്ട് കിടക്കുന്നവന്മാരാണ് ഈ ഇന്ത്യ സഖ്യക്കാർ. എല്ലാവരും ഇറങ്ങി അവരവരുടെ സംഘടന സംവിധാനത്തിന് ഒതുങ്ങി നിന്നുകൊണ്ട് ഈ ഒരു രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധ ശക്തികളെയെല്ലാം നമ്മൾക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ രാജ്യവിരുദ്ധ ശക്തികളെയെല്ലാം നമുക്ക് തൂത്തെറിയാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജനങ്ങളുടെ മുന്നിൽ നിരന്തരം ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇവന്മാരുടെ മുൻ തലമുറയിൽപ്പെട്ട നേതാക്കന്മാർ നമ്മുടെ രാജ്യത്തെ ദ്രോഹിച്ച കാര്യമെല്ലാം ജനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ, നിരന്തരം ഇങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇവനെയൊക്കെ ജനങ്ങൾ ഒറ്റപ്പെടുത്തും. അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ ആൾക്കാരെങ്കിലും വിശ്വസിച്ച് ഇവന്മാർ പറയുന്നത് സത്യമാണെന്ന് ചിന്തിച്ച് അവരോടൊപ്പം കൂടുന്നതിൽ നമ്മൾക്ക് തെറ്റൊന്നും പറയാത്തില്ല. ഇതിനു മുമ്പ് അമേരിക്കയുമായിട്ട് ഇന്ത്യ അടുത്താൽ അതിനെ കുറ്റം പറയും, ഇതാണ്ട് അമേരിക്കയുമായിട്ട് അടുക്കുന്നു. റഷ്യയുമായിട്ട് ഇന്ത്യ അടുത്താൽ പറയും, ഇതാണ്ട് റഷ്യക്ക് വേണ്ട പക്ഷത്ത് നിന്നുകൊണ്ട് ഇവന്മാർ പക്ഷം കാണിക്കുന്നു. ഇപ്പൊ ചൈനയുമായിട്ടുള്ള പ്രശ്നം തീർക്കാൻ നെഹ്റു തുടങ്ങി വെച്ച ഈ ചൈനയുമായിട്ടുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി ഇപ്പോൾ ഇന്നത്തെ പ്രധാനമന്ത്രി ശ്രമിക്കുമ്പോൾ ഇപ്പോൾ അവരുടെ പുതിയ ഭാഷ്യമാണ് ഇന്ത്യയെ കൊണ്ടുവന്ന് ചൈനയ്ക്ക് അടിയറ വെച്ചു. എടാ, ഇതുവരെ പറഞ്ഞു നടന്ന ഇവന്മാർ പറഞ്ഞ് നേരെ തിരിച്ചായിരുന്നു. ഇപ്പം അവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കി നമ്മുടെ അതിർത്തി തർക്കം ഉൾപ്പെടെയുള്ള ചർച്ചകളോട് പരിഹരിക്കാം എന്നുള്ള രീതിയിലേക്ക് അവരെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉടനെ പറഞ്ഞേക്കുന്നു ഇന്ത്യയെ കൊണ്ടുവന്ന് ചൈനയ്ക്ക് അടിയറ വെച്ചെന്ന്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തന രീതി ഇതാണ്. ഈ റാലി സമാപിച്ച സമയത്ത് ഒരു കോമാളി, അയാളെ കോമാളി എന്നേ വിളിക്കാവത്തുള്ളൂ, ഒരു രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവെന്ന് നമുക്ക് പറയാവുന്നത്. എന്തൊക്കെയാണ് അയാൾ വിളിച്ച് പറയുന്നത്? ഒരു രാഷ്ട്രീയ കോമാളി തന്നെയാണ് അയാൾ. ഈ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും പാദസേവ ചെയ്യാൻ, അവരുടെ കാല് നക്കാൻ വേണ്ടി എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിലും വിളിച്ചു പറയാനും പ്രവർത്തിക്കാനും തയ്യാറായിരിക്കുന്ന ഒരു വിദ്വാനാണ് ഈ മല്ലികാർജുൻ ഖാർഗെ. അതുകൊണ്ടാണ് അയാളെ ഈ കുടുംബം കോൺഗ്രസിന്റെ പ്രസിഡന്റായി അഭിഷേകം ചെയ്തെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ളവർ ഈ രീതിയിലേ പെരുമാറുകയുള്ളൂ. അത് നാടിനും നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ദോഷമാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. ഇത്തരക്കാർക്കെതിരെ നിരന്തരം പ്രചരണങ്ങൾ നടത്തുക. ഈ സംഘപരിവാരപ്പെട്ടവരും ദേശസ്നേഹികളുമായിട്ടുള്ളവർ നെഹ്റുവിൻ്റെ കാലം തൊട്ട് അവർ രാജ്യത്തെ നശിപ്പിച്ചതും പിന്നീട് വന്ന നേതാക്കൾ കൊള്ളയടിച്ചതും ഉൾപ്പെടെ ജനങ്ങളിൽ എത്തിച്ചാൽ
ഇവൻ്റെയൊക്കെ സോക്കേട് അവിടെ തീരും എന്നുള്ള കാര്യം ചിന്തിച്ച് പരിവാർ സംഘടനാ പ്രവർത്തകർ പ്രവർത്തിക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.